Hi friends, it's me Albin and welcome to Albin's Hub. ഗൈസ് ഓൾറെഡി എനിക്ക് തീരെ പറ്റുന്നില്ല. ഒന്നത് പനിയും ജലദോഷമൊക്കെ പിടിച്ച് ഇന്ന് ലീവായിരുന്നു. ഒന്ന് ഓഫ് എടുത്തിട്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പം ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഇതിൻ്റെ പോസ്റ്ററൊക്കെ കണ്ടപ്പം തൊട്ടേ റിയാക്ഷൻ ചെയ്യണമല്ലോ. നമ്മുടെ വിജയണ്ണൻ്റെ ലാസ്റ്റ് പടത്തിലെ കുത്തുപാട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അത് റിയാക്ഷൻ ചെയ്യണമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇതുപോലത്തെ ഒരു അടി കിട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ 6 മണിക്ക് തന്നെ ഇതൊക്കെ കണ്ട് റിയാക്ഷൻ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാണ്. അതുപോലെ നമ്മൾ തൽക്കാലം ഫോണിനകത്താണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്ര ക്ലാരിറ്റി ഉണ്ടാവുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എച്ച് വിനോദിൻ്റെ നേതൃത്വത്തിൽ ഇല്ലെങ്കിൽ വിനോദ് ഡയറക്റ്റ് ചെയ്യുന്ന ജനനായകൻ്റെ ഫസ്റ്റ് സിംഗിൾ ദളപതി കച്ചേരി അപ്പം നമുക്ക് വേണ്ടി പുറത്ത് വിട്ടേക്കാണ്. അപ്പോൾ ഒരുപാട് ഇഷ്യൂസിനിടയിലാണ് ഇതിപ്പം ലാസ്റ്റ് ഇപ്പം നമുക്ക് വേണ്ടി നമ്മളുടെ വിജയ് ഫാൻസിന് വേണ്ടിയിട്ട് ഇപ്പം പുറത്ത് വിട്ടേക്കുന്നത്. അപ്പം എങ്ങനെ ഉണ്ടാവുന്നോ എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അനിയൻ കണ്ടിട്ട് പറഞ്ഞാൽ അടിപൊളി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല. നമുക്കപ്പോൾ റിയാക്ഷൻ ചെയ്ത് നോക്കാം. അപ്പം പോകാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് റിയാക്ഷൻ ചെയ്ത് നോക്കാം. എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല ഗൈസ്. ലാസ്റ്റ് കച്ചേരി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. എന്നാലും നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ജലദോഷമൊക്കെ പിടിച്ചിട്ട് ആകെ പെട്ടുപോയി ഗൈസ്. അതിൻ്റെ കൂടെ കഴുത്തിന് വേദന എല്ലാം ഉണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അൺസബ്സ്ക്രൈബ് ചെയ്ത് ഓടിപ്പോകരുത് ഗൈസ്. അതാണ് പറയാനുള്ളത്. നമുക്ക് റിയാക്ഷനിലോട്ട് പോകാം. ஐசாங்க கொஞ்சம் பாரு, அண்ணனோட பேரு ஜொலிக்குதுடா, சோமோ தெரிக்குதுடா, அன்பான பிச்செல்லாம் கேளு, நம்பிக்கையா சேரு இருக்குதுடா, காலம் பிறக்குதுடா, தனக்குன்னு வாழாத நீ தரத்துல தாழாத, ஒருத்தனு மாறானே திருட்டிட போறானே, கொல்லுமா தளபதி கச்சேரி தளபதி கச்சேரி அங்கனா மனசுங்கனா வெறித்தனமா வைபாவலாமா கச்சேரி தளபதி கச்சேரி கொடிய பறக்க விட்டு விழுந்து வச்சு கொண்டாடலாமா பக்கல விட்டாய் பக்கல விட்டாய் பக்கல விட்டாய் விட்டாரு 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 Are you ready? Erikattom, Saraveti, Marakattom, Namakoti, Marathadekalekella thodai nadingida steady, smile buddy, nee kori, idu bidi, nee bagi, pudu buddy, pala talamura talapati peratala, talapati kina bade, mana pola yari kade, talapati kina bade, engana pola yari kade. ஒரு மாபெரும் நாடு அதன் வேர்களில் நம்ம வேர்வ பாரு மரம் மேல் ஒரு கூடு அதன் தாய் வழி சொந்தம் இந்த காடு ஆவோ டுகெதர் பையா பையா ஜாதி பேதம் லோலே தையா நீங்கள் ஸ்நேகம் போல் மண்ணில் எங்கும் அண்ணன் கண்டெல்லாவோ செய்யா ஒருத்தனு வாரானே திருத்திட போறானே தங்கமே தளபதி கச்சேரி தளபதி கச்சேரி அங்கனா மனசுங்கனா வெறித்தனமா வைபாவலாமா கச்சேரி தளபதி கச்சேரி கொடிய பறக்க விட்டு விழுந்து வச்சு கொண்டாடலாமா தளபதி கிடபடே மன போல யாரு கடே தளபதி கிடபடே எங்க போல யாருன்னா காட்டுறாடே எங்க அண்ணன் தளபதி கிடபடே என்னடா one last dance. ஓகேடா போடே.
ഗൈസ് പാട്ട് കണ്ടു, ഒരു രക്ഷയില്ല ഗൈസ്. എന്താ പറയാ, ലൈക്ക് ഓഹ് മൈ ഗോഡ്, തളപതി കച്ചേരി തന്നെ ആയിരിക്കും തിയേറ്ററിലും. എനിക്കൊന്ന് ഫാൻസിനൊക്കെ തുള്ളി ചാടാനാണ്. ലാസ്റ്റ് വൺസ് മോർ ലാസ്റ്റ് എന്ന് പറയുന്നത് എനിക്കൊന്ന് തിയേറ്റേഴ്സ് വാച്ചിങ് തിയേറ്റേഴ്സ് എന്നാണ് ലാസ്റ്റ് കാണിക്കുന്നത് വെച്ചാൽ തിയേറ്ററിൽ നിങ്ങൾ പോയി കണ്ടാൽ മതി മോനെ. എന്താ പറയുക, അനിരുദ്ധൊക്കെ പിഞ്ചി അങ്ങ് അങ്ങ് കളഞ്ഞ. അതിൻ്റെ കൂടെ അണ്ണൻ്റെ വോയിസ് ഓവറും കൂടെ ആയപ്പോഴത്തേനും അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ മമിത, മമിത ഞാൻ പ്രതീക്ഷയില്ല. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ പ്രതീക്ഷയില്ല. അതായത് ഈ ഒരു സോങ്ങിൽ ഞാൻ പ്രതീക്ഷയില്ല മമിത അതിനകത്ത് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ അണ്ണൻ വന്നേക്കുന്ന നമ്മുടെ തലൈവയിലെ ഒരു കൈൻഡ് ഓഫ് ലുക്ക് എന്നാണ് പറയാം. ലുക്ക് എന്ന് വെച്ചാൽ താടി അതൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് വൈറ്റ് ഷർട്ട് പിന്നെ ആ ജീൻസും നമ്മുടെ തലൈവയിലെ ഒരു ലുക്ക്, ആ ഒരു വയസ്സാണ്. പക്ഷെ ഇൻസൈഡ് ഒന്നുമില്ല, നോർമൽ ഇതുപോലെ തന്നെയൊക്കെ വന്നേക്കുന്നത്. അപ്പോൾ അറിയാം ജനനായകൻ ജനുവരി 9 റിലീസാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് അപ്പം വിശദമായിട്ട് കാണാം. ഒരിക്കലും നമ്മൾ ഇതൊന്നും കണ്ടിട്ട് ഒരുപാട് പ്രതീക്ഷിക്കരുന്ന ദളപതി ആയതുകൊണ്ട് പോലും ഒരുപാട് പ്രതീക്ഷിക്കാനുള്ള വകയുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. സോ നമ്മുടെ എന്താ പറയുക, നമ്മൾ വിചാരിച്ചതുപോലെ ഒരിക്കലും തെറ്റിപ്പോവില്ല എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ജനനായകൻ തിയേറ്ററിൽ പോയി കാണാം. എച്ച് വിനോദ് എങ്ങനെയാണ് നമ്മുടെ വിജയണ്ണൻ്റെ ലാസ്റ്റ് പടം എന്ന് പറഞ്ഞ ടൈറ്റിൽ വരുന്ന ഈ ജനനായകൻ എന്ന പടം എങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ചെറിയൊരു പേടി ഉള്ളിലുണ്ട്, ബിക്കോസ് അറിയാം ഇതിനു മുമ്പൊക്കെ ചെയ്ത കുറച്ച് പടങ്ങൾ ഫ്ലോപ്പായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനെ ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ബിക്കോസ് ഇപ്പം നമ്മുടെ ഒരുപാട് പടങ്ങൾ ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ന്യൂസ് ചാനലൊക്കെ ആണെങ്കിൽ പോലും ഞാൻ കണ്ടത് ഇത് എത്രയാ 30-35 കോടിക്കറ്റാണ് ഈ പാട്ടൊക്കെ, വിജയണ്ണൻ്റെ ഈ പാട്ടെല്ലാം ടി സീരീസ് സ്വന്തമാക്കിയെന്നാണ് കേട്ടത്. അതുപോലെ തന്നെ പടം ആമസോൺ റൈറ്റ്സ് 120 കോടിയോ 125 കോടിക്കറ്റമാണ് എടുത്തതെന്നാണ് പറയുന്നത്. അറിയില്ല എക്സാക്ട് കണക്കൊന്നും. ന്യൂസിൽ കണ്ടത് ജസ്റ്റ് ഇപ്പം ഒന്ന് പറഞ്ഞു. ഞാൻ ഇപ്പം വരുന്ന വഴി ഇങ്ങനെ കണ്ടുകൊണ്ട് വന്നത്, അപ്പം കണ്ടപ്പം പറഞ്ഞാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും പടമെല്ലാം. ഇതിനകത്ത് ആകെ 2-3 സ്റ്റെപ്പ് ആണ്. അതെനിക്ക് തോന്നുന്നു ഇപ്പം നാളെ മുതൽ ഫുൾ ട്രെൻഡിങ് ആയിരിക്കും. എല്ലാവരും റീൽസ് എടുത്ത് ട്രെൻഡ് ആവാൻ ചാൻസ് ഉള്ള കുറച്ച് സ്റ്റെപ്പുകളും കാര്യങ്ങളുമാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിനകത്ത് തളപതി എഴുതി കാണിച്ചൊരു ബോൾ വരുന്നുണ്ട്, അടിപൊളി. ഇങ്ങനെ നമ്മൾ ഇതെന്ത് ബോൾ കറക്റ്റ് 3D-ലൊക്കെ ആണ് എൻ്റെ പോലെ ഒന്നും പറയാനില്ല. നല്ല അടിപൊളി ലുക്കായിരുന്നു, നമ്മുടെ മുഖത്ത് വന്നിരിക്കുന്ന വെക്കിട്ടാവും. ആൻഡ് കൊറിയോഗ്രാഫി അടിപൊളിയാണ്. ഇഷ്ടംപോലെ ഫുൾ കളർ ബോംബുകളായിരുന്നു. കളറിൻ്റെ നടുക്കാണ് നമ്മുടെ അണ്ണൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ പറയാനുള്ളത് സോറി ഗൈസ്, അതുപോലെ തന്നെ പറയാനുള്ളത് ഇതിൻ്റെ വേ ഓഫ് മേക്കിങ്ങും ആനിമേഷൻ ആയിക്കോട്ടെ, നമ്മുടെ വിജയണ്ണൻ്റെ തുടക്ക സിനിമ മുതൽ ടിൽ എൻഡിങ് വരെയുള്ള സിനിമകളുടെ ചില ആനിമേഷൻസ് ഒക്കെ ഈ പാട്ടിൻ്റെ ഇടയിൽ കാണിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു അടിപൊളി ഫീലായിട്ടുണ്ട്. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. വെയിറ്റ് ചെയ്യാം, നമുക്ക് അടുത്ത അപ്ഡേഷൻ എന്തെങ്കിലും വരുമോ നോക്കാം. ലൈക്ക് എന്താ പറയുക, ഇനിയും ഒരുപാട് പാട്ടുകളൊക്കെ വരാൻ കിടക്കുന്നു. സോ ജനനായകൻ്റെ എല്ലാ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ആകെ ക്ലീവായ അവസ്ഥയിലാണ് ഗൈസ്, സോറി. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ. ഗൈസ് ഇതുപോലെ എൻ്റെ റിയാക്ഷൻ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ തുടർന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും. കുറേ പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നു. എനിക്കറിയില്ല എന്താണെന്ന്. ഞാൻ ലോങ് വീഡിയോസൊക്കെ കുറേ ഇടാതിരിക്കുന്നു. സിറ്റുവേഷൻസ് കൊണ്ടാണ് ഇടാത്തത്. അപ്പം ആരും അൺസബ്സ്ക്രൈബ് ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും വേണം.